അസ്സലാമലൈക്കും. ഷെൻസാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഹോം മെയ്ഡ് പിസ്സയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പിസ്സയാണ്. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനാദ്യം വേണ്ടത് നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ എടുക്കണം. അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് നമുക്കിതിൽ മസാല ഇതാക്കി വയ്ക്കാം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കനുള്ളുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് വയ്ക്കാം. പിന്നെ കുറച്ച് ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിന് ശേഷം ഞാൻ ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ലാച്ചേൻ്റെ ഇടയിൽ വന്ന് പണി കിട്ടി, അതാണ് അതങ്ങോട്ട് പോയത്. പിന്നെ നമുക്ക് കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് പൊന്താൻ വേണ്ടി എടുക്കാം. നല്ലതുപോലെ പൊന്തി ഗ്ലാസിൻ്റെ പുറം വരെ എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്കതിന് ശേഷം ഒരു ബൗൾ എടുത്തിട്ടേക്ക് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ 3 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റും വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പകരം ബട്ടർ ചൂടാക്കിയിട്ടോ നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഞാൻ 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തണുത്ത വെള്ളമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് കയ്യിൽ കുറച്ച് നമ്മൾ ഓയിലോ ആക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമുക്ക് മേലെ ഒന്ന് എണ്ണ തൂവിട്ട് കുറച്ച് നേരം ഇതാക്കാം. അപ്പോൾ നല്ലതുപോലെ വന്നതിന് ശേഷം ഞാൻ ഓരോരോ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് നമ്മുടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ കൂട്ടുകൾ അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. അതിന് വേണ്ടി ഞാൻ 1 സവാള, 2 തക്കാളി, പിന്നെ ചിക്കന്, പിന്നെ വേണ്ടത് നമുക്ക് സോസാണ്. 2 സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസ്. പിന്നെ ആ ബോട്ടിൽ അവിടെ ഇതിൻ്റെ വെച്ചതായിരുന്നു. പിന്നെ പിസ്സ സോസ് ഉണ്ട്, സാദാ സോസുണ്ട്, പിന്നെ ഒറിഗാനോ ഉണ്ട്, പിന്നെ മൊസറല്ല ചീസും. അപ്പോൾ അത് സ്ലൈസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വലിയ പണിയില്ല. പിന്നെ അതിന് ശേഷം നമ്മുടെ ഒരു പ്രസ്സിലിട്ട് ഞാൻ പരത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഇതാക്കിയതിന് ശേഷം നല്ല ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ നല്ല പൊന്തി വരും. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതായത് പിസ്സ സോസ് ടൊമാറ്റോ സോസ് ഏത് നമുക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ 2 സോസ് മിക്സ് ആക്കിയിട്ടുണ്ട്. ആദ്യം പിസ്സ സോസ് ഇട്ട് അതിന് ശേഷം ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് അതിന് ശേഷം സോസ് ഇട്ടതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ തക്കാളി, അപ്പോൾ തക്കാളി അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗ്യാസ് എന്തായാലും കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ അത് വെന്ത് കരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ ചിക്കൻ ചെറിയ കഷ്ണം ഒന്നും കൂടി പിച്ചിട്ട് കൊടുക്കുക, വലിയ കഷ്ണം പോലെ ആയപ്പോൾ. അപ്പോൾ നമുക്കൊന്നും കൂടി അത് പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിങ്ങനെ ഇതുപോലെയാണ് പിസ്സ ഉണ്ടാക്കുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തത് വേണ്ടത് വീണ്ടും നമുക്ക് കുറച്ചും കൂടി സോസ് ഇട്ട് കൊടുക്കാം. സോസ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ വീട്ടിലുണ്ടാക്കിയത് ഞാൻ സോസ് ഇട്ടാൽ പിന്നെ ഒരുപാട് അങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമുക്കിനി ഒറിഗാനോ വേണം. അപ്പം നമുക്ക് ഒറിഗാനോ പൊടിച്ച പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പിസ്സ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, വേറെ മായങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു പിസ്സ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമുക്കിതാകുമ്പോൾ കുറേ ഉണ്ടാക്കാം. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. പുതിയ വീഡിയോയുമായി പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.